ഒരു നിഷ്പക്ഷമായ റിവ്യൂ ആണ് ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ കൊള്ളാം, നല്ലതാണ്. എന്നാൽ ഏറ്റവും മികച്ചത് എന്നോ മറ്റോ പറയാൻ ബുദ്ധിമുട്ടാണ്. മമ്മൂട്ടി തീർച്ചയായും എല്ലാ ഇമേജുകളെയും താരഭാവങ്ങളെയും പൊളിച്ചടക്കിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് പ്രസക്തമാണ്, എടുത്തു പറയേണ്ടതാണ്, കാണേണ്ടതുമാണ്. എന്നാൽ വിനായകനെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ എക്സ്ട്രീം അളവുകളിലേക്ക് വിടാതെയുള്ള ഒരു ക്യാരക്ടർ മീറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായി ആ മീറ്ററിൽ പെർഫോം ചെയ്തു തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ഈ സിനിമയെ കുറിച്ചുള്ള പരാതികളിലേക്ക് വരാം. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഗംഭീരമൊക്കെയാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ അർത്ഥം എന്തെങ്കിലും മോശമായി പോയിട്ടുണ്ട് എന്നല്ല, മറിച്ച് എല്ലാം ആവറേജ് നിലവാരമേ പുലർത്തിയിട്ടുള്ളൂ എന്നാണ്. ഡയറക്ഷൻ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, സംഗീതം ആയിക്കോട്ടെ, എല്ലാം നല്ലതാണ്. എന്നാൽ വീണ്ടും എടുത്തു പറയത്തക്ക മികവൊന്നും പുലർത്തിയിട്ടില്ല. സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് കുറച്ചുകൂടി കോംപ്ലക്സ് ആക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. വലിയ ത്രില്ലർ എന്ന് വിളിക്കാനോ സസ്പെൻസ് എന്ന് പറയാനോ ഒന്നും പ്രത്യേകിച്ചില്ല. നിങ്ങൾ മമ്മൂട്ടിയുടെ മികച്ച പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വമ്പൻ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയാൽ സന്തോഷത്തോടെ കണ്ടുമടങ്ങാം. ഇനി നിങ്ങൾ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം മമ്മൂട്ടി ഒരു വില്ലൻ ആണ് എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം തീർത്തും ഒരു വില്ലനാണ്. അതിൽ ലേശം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങൾ കലങ്കാവലിന് 5-ൽ 3.5 റേറ്റിംഗ് കൊടുക്കുന്നു. മമ്മൂട്ടിയുടെ പെർഫോമൻസിന് 4.2, വിനായകന് 3 കൊടുക്കുന്നു. സ്ക്രിപ്റ്റിംഗ് ഉൾപ്പെട്ട മൊത്തം ടെക്നിക്കൽ സൈഡിന് 3 റേറ്റിംഗ് കൊടുക്കുന്നു. കൂടുതൽ റിവ്യൂകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.